പിന്നെ നിങ്ങൾ 5 സംസ്ഥാനത്ത് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞു. 5 സംസ്ഥാനത്ത് പരാജയപ്പെട്ട് ഈ 5 സംസ്ഥാനത്തും കൂടി ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ആർക്കറിയോ? കോൺഗ്രസിനാണ്. കോൺഗ്രസ് 4,92,00,000 വോട്ട് കോൺഗ്രസിന് ലഭിച്ചപ്പോൾ BJPക്ക് ഈ 5 സംസ്ഥാനത്തും കൂടി ലഭിച്ചത് 4,82,00,000 വോട്ടാണ്. 10 ലക്ഷം വോട്ട് BJPയെക്കാളും കോൺഗ്രസിനാണ് ലഭിച്ചത്. മാത്രമല്ല മധ്യപ്രദേശ് എടുത്താൽ ഞാൻ വേണമെങ്കിൽ വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മധ്യപ്രദേശിൽ കോൺഗ്രസ് പരാജയപ്പെട്ടുവെങ്കിലും മധ്യപ്രദേശിൽ 2018 കോൺഗ്രസിന് 40% വോട്ടാണെങ്കിൽ ഇപ്രാവശ്യം കോൺഗ്രസ് ലഭിച്ചത് 40.4% വോട്ട്. രാജസ്ഥാനിൽ 2018 39.3% വോട്ടാണെങ്കിൽ ഇപ്രാവശ്യം കോൺഗ്രസിന് ലഭിച്ചത് 39.5% വോട്ട്. ഛത്തീസ്ഗഡിൽ 42.34% 2018 ലഭിച്ചതെങ്കിൽ ഇപ്പോൾ 42.23 0.11% കുറവുള്ളത്. അപ്പോൾ അതേ വോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് BJPയെക്കാളും വോട്ട് ലഭിച്ചു എന്ന് മാത്രമല്ല കോൺഗ്രസിൻ്റെ സാന്നിധ്യമോ കോൺഗ്രസിൻ്റെ പോരാട്ടമോ കോൺഗ്രസിൻ്റെ പിന്തുണക്കോ കോൺഗ്രസിൻ്റെ ജനകീയ അടിത്തറക്കോ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഇനി അതേസമയം നിങ്ങൾ ബംഗാളൊന്ന് എടുത്തു വയ്ക്കൂ. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ബംഗാളിൽ 2011 10 വർഷം മുൻപ് ബംഗാളിൽ നടന്ന ഇലക്ഷനിൽ 2011 ഇലക്ഷനിൽ 176 സീറ്റും 60% വോട്ടും ലഭിച്ച പാർട്ടിയാണ് ഇടതുപക്ഷം 2011. അത് 5 വർഷം കഴിഞ്ഞ് 2016 ആയപ്പോൾ 26 സീറ്റും 19.7% വോട്ടുമായി. അത് 2021 എത്തിയപ്പോൾ 0 സീറ്റും 4.93% വോട്ടുമായി. അതായത് 10 വർഷം കൊണ്ട് 60% നിന്ന് 4.93% എത്തി. 0 സീറ്റുമായി. കോൺഗ്രസിന് ഈ സംസ്ഥാനങ്ങളിലൊന്നും അങ്ങനൊരു ദുര്യോഗം ഇന്നേവരെ കോൺഗ്രസിന് ഉണ്ടായിട്ടില്ല. ഇപ്പം 2019 ഇലക്ഷനിൽ കോൺഗ്രസ് പരാജയപ്പെട്ടുവെങ്കിലും കോൺഗ്രസ്സിനെ 20 ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് പോയാൽ അതിൽ ഒരാൾ കോൺഗ്രസിനാണ് വോട്ട് ചെയ്ത്. 20% വോട്ട് കോൺഗ്രസ്സിന് ലഭിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ മൊത്തം നോക്കുമ്പോൾ. മാത്രമല്ല ഇത് കൃത്യമായി ബോധ്യമായി മറ്റുള്ള കക്ഷികൾക്ക്. ഇപ്പോഴത്തെ സൗത്തിൽ തന്നെ നോക്കാം. ഇപ്പോൾ കോൺഗ്രസ്സിനാകെ 52 MP-മാരുള്ളത്. ഈ സൗത്തിൽ ഈ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഏകദേശം 52 കിട്ടിയില്ലെങ്കിലും അതിനോടടുത്ത് പാർലമെൻറ്റ് മെമ്പർമാരെ കോൺഗ്രസ്സിന് മാത്രം ഈ 4 സംസ്ഥാനങ്ങളിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയുന്നൊരവസ്ഥ ഇപ്പോൾ ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇത് നമുക്ക് ഒരു വലിയ പ്രതീക്ഷ, അത് കോൺഗ്രസിൻ്റെ അസ്തിത്വത്തിനോ കോൺഗ്രസിൻ്റെ അടിത്തറക്കോ വലിയ പ്രശ്നം ഉണ്ടായി എന്ന് പറയുന്നത് വളരെ നിരർത്ഥകമായ വാദമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്.